സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയമോഹൻ സാറിനെ വിട്ടുപോയപ്പോൾ സാഗറിനെ കുറിച്ച് വിഷമമാകുന്നുണ്ടെങ്കിലും കൺമണിക്കൊപ്പം തൻ്റെ പങ്കൻ പോകുന്നതിൽ സാഗറിന് സന്തോഷമാകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സാഗറിന് കൺമണിയെ കൃഷി കല്യാണം കഴിക്കുന്നത് തന്നെയാണല്ലോ ഇഷ്ടം. പിന്നീട് വരുൺ കൺമണി ഇഷ്ടമുള്ളവരുടെ മുന്നിലൊക്കെ അവളെ നാറ്റിക്കണം, അവളോട് ദേഷ്യം വരുത്തണമെന്നൊക്കെ വിചാരിക്കുകയാണ്. അതിനായിട്ട് ബലരാമനും ആ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. ബലരാമനും കൺമണിയൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണെന്ന കാര്യമൊക്കെ വരുണിനറിയാം. ബലരാമനാണെങ്കിൽ ആ വീഡിയോ കണ്ടെങ്കിലും കൺമണിയുടെ സ്വഭാവമൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ബലരാമൻ അതൊന്നും തീരെ വിശ്വസിക്കുന്നില്ല. അതായത് നല്ല ആളുകൾക്ക് കൺമണിയെ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. മാനസിയെ പോലെ വരുണിനെ പോലെ മനസ്സിൽ വിഷം നിറച്ചു നടക്കുന്നവർ കൺമണിയെ പിടികിട്ടിയില്ല കേട്ടോ ഒരിക്കലും. അതുപോലെ ബലരാമൻ്റെ പെങ്ങൾ ഭാഗ്യശ്രീക്കും കൺമണിയെ ഒരുപാട് ഇഷ്ടമാണ്. ഭാഗ്യശ്രീയും ആ വീഡിയോ കാണുകയാണ്. ഭാഗ്യശ്രീയും വരുണിനെ വിശ്വസിക്കുന്നില്ല. ഇത് 100% ചതിയാണെന്നുള്ള കാര്യം ഭാഗ്യശ്രീ ബലരാമനോട് പറയുമ്പോൾ, അത് നിനക്ക് ഉറപ്പാണല്ലേ? എനിക്കും അത് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളെ നീ ചെല്ലണം, കൺമണിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നെല്ലാം ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്. അങ്ങനെ കൃഷി ജയിലിൽ കിടന്നപ്പോൾ ഭാഗ്യശ്രീ രക്ഷിക്കാൻ എത്തിയതുപോലെ കൺമണിയെ രക്ഷിക്കാനും ഭാഗ്യശ്രീ പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ കൺമണിയെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അവൾ ഒട്ടും കൂസാക്കാതെ തന്നെ അനിരുദ്ധിനിട്ടും നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇനി പുറം ലോകം കാണില്ല എന്ന് പറയുമ്പോൾ അത് സാറാണോ തീരുമാനിക്കുന്നതെന്ന് ചിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ കൺമണി. അതിനുശേഷം ധനലക്ഷ്മിയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട് കേട്ടോ ശ്രീനിവാസൻ. അനിരുദ്ധിനോട് കൺമണി ഒരു കാര്യം കൂടി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവസാന കരച്ചിൽ കരയാൻ പോകുന്നത് സാറാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുൺ മാനസയ്ക്കടുത്തേക്ക് പോകുമ്പോൾ മാനസയുടെ കയ്യിൽ നിന്നും നല്ലത് പിടിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ. ഇതോടുകൂടി മിക്കവാറും അവർ തമ്മിൽ അടിച്ചുപിരിയും. മാനസയുടെ കരത്തെ സ്വഭാവം വരുണിന് മനസ്സിലാകും. കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെ കൂട്ടു നിൽക്കുന്നവർ തിരിഞ്ഞു കൊത്തുക എന്നുള്ളതാണല്ലോ മാനസയുടെ സ്വഭാവം. അത് ശരിക്കും മനസ്സിലാകുന്നുണ്ടാവും വരുണിന്. കൃഷിൻ്റെ പേര് ആ വീഡിയോയിൽ എടുത്തിട്ടതിനായിരിക്കണം മാനസ വരുണിനെ തല്ലുന്നത്. മാനസികമായിട്ടുള്ള കൂട്ട് വെട്ടിക്കഴിഞ്ഞാൽ വരുൺ എന്തു ചെയ്യുമെന്നൊന്നും അറിയില്ല. കൺമണിയുമായിട്ടുള്ള മത്സരം അവസാനിപ്പിക്കാനൊന്നും സാധ്യതയില്ല. പിന്നീട് കൃഷും കൃപയും കൂടിയിട്ട് കൺമണി ഇറക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അവിടെ അനിരുദ്ധുമായിട്ട് കശപിശിയായിട്ട് അനിരുദ്ധിൻ്റെ കുത്തിന് കയറി പിടിക്കുന്ന കൃഷ്ണനെ ഓടി വന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് കേട്ടോ കൃപ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്